അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ പൊമ്മ ചെയ്യുന്നതിനായിട്ട്, ടോയ് ചെയ്യുന്നതിനായിട്ട് ബ്രഷ്, പെയിന്റ് എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ചുവപ്പുണ്ട്, ഒരു കാവി കളർ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ സിൽവറോ ഒരു സിൽവർ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ മെഴുകുതിരി, മുട്ടത്തോട് എന്ന് പറയുമ്പോൾ നമ്മുടെ താറാവ് മുട്ടയാണ്. അപ്പോൾ അത് കുറച്ച് വലിപ്പമായിരിക്കും. അപ്പോൾ ആ വലിപ്പത്തിലുള്ള ആ മുട്ടയും പിന്നെ ചെറിയ മുട്ട, അത് നമ്മളെ കോഴിമുട്ട ഉണ്ടല്ലോ, നാടൻ കോഴിമുട്ട, ചെറുത് നാടൻ കോഴി അല്ലെങ്കിൽ വെള്ളക്കോഴി ഏതായാലും ചെറിയ അതുപോലത്തെ ഈ ഒരു സൈസിൽ എടുത്തേക്കുക. അതായത് നമ്മൾ ഇത് ഉടലും ഇത് തലയുമായിട്ടാണ് എടുക്കുന്നത്. കണ്ടോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉള്ളൂ. നമുക്ക് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായി വരുന്നതായിരിക്കും. പിന്നെ ടിഷ്യൂ പേപ്പർ വേണം, മണൽ ഇത്രയും വേണ്ട. നമുക്ക് ഇതിനകത്ത് നിറച്ച് മറ്റേ മെഴുകുതിരി ഉരുക്കി വിടാനാണ്. പിന്നെ ബനിയൻ ക്ലോത്ത് ആവശ്യം വരുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ ഗൺ ഗ്ലൂ ഒക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ മുട്ടത്തോടിലോട്ട് മണൽ നിറയ്ക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ നിറച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം. ഓക്കെ, ഉരുടുന്നുണ്ടോ എന്ന്. ഇത്ര ചരിയൊക്കെ മതി. ഈ ഒരു രീതിയിലുള്ള ഇങ്ങനെ നമുക്ക് ആടണം, തട്ടിയിട്ടാൽ ആടണം. എന്നിട്ട് നമ്മൾ ഈ മെഴുകുതിരി ഇതിലോട്ട് ഉരുക്കി വിടണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിലോട്ട് ഞാൻ ഉരുക്കി വിടാം. കണ്ടോ, അത് തന്നെ മണൽ പുറത്ത് വരാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ മെഴുക് ഇതിൽ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മണൽ പുറത്തോട്ട് വരുന്നില്ല. പിന്നെ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം എന്താ പറയുന്നത്, ഇത് മുട്ടത്തോട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ മുട്ടത്തോട് ഇതിനെ പുറത്ത് വെച്ച് ഒട്ടിക്കണം. പിന്നെ ഗൺ ഗ്ലൂ വെച്ച് ഒട്ടിക്കരുത് കേട്ടോ. ഗൺ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ ശരിയാകത്തില്ല. നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പർ എടുത്ത് ഫെവിക്കോൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിങ്ങനെ ചുറ്റി, ഇങ്ങനെയല്ല, നമുക്ക് ഇത് ഈ കഴുത്ത് ഭാഗം ഇങ്ങനെ ചുറ്റി ഒട്ടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മളിതാണ്ട്, ഇത് രാജാവാണ്. അപ്പോൾ രാജാവിനൊരു ചെറിയ ഒരു എന്താ പറയുക തൊപ്പി പോലത്തെ ഒരു സാധനവും ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഉണങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ബനിയൻ ക്ലോത്തിൽ ഇതുപോലെ ഒരു സാധനം വെട്ടിയെടുത്തിട്ടുണ്ട്. എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാവോ? ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിത് ഒട്ടിക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് പശയും വെള്ളവും കൂടെയാണ് നമ്മളിത് ഇലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മുടിയാണ് കേട്ടോ, രാജാവിൻ്റെയും രാജ്ഞിക്കും മുടിയാണ്. ഓക്കെ, അതുകൂടെ ബാക്കിലായിട്ട് ശകലം ഈ ഒരു ഭാഗത്തായിട്ട് വരും. അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ തഞ്ചാവൂർ ടോയ് എന്ന് പറയുമ്പോൾ ഇത് രാജാവ്, അതുപോലെ തന്നെ ഇത് റാണി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ചന്ദ്രിക പുഷ്പവേദ. ഓക്കെ, ഇത് റാണിയുടെ കിരീടമാണ് കേട്ടോ. റാണിക്ക് ഇങ്ങനെ ഒരു കിരീടം, ഇതും കൂടെ നമുക്ക് മുടിയുമുണ്ട് കിരീടമുണ്ട്. അപ്പോൾ രാജാവിനൊരു എന്താ പറയുക തലയിൽ കിട്ടുന്നതിനെ നമ്മൾ തമിഴിൽ എന്താ പറയുന്നത്, ഈ തലപ്പാക്കെട്ടെന്നൊക്കെ പറയും. ഈ മറ്റേ പഞ്ചാബിലൊക്കെ കെട്ടില്ലേ, അതുപോലത്തെ സാധനമാണ് പണ്ട് രാജാക്കന്മാരായി കെട്ടിയിരുന്നത്. അതാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കിരീടവും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒട്ടിച്ചെടുത്ത് മുടിയും കൂടെ ഒട്ടിച്ച് അതിനൊരു ചെറിയ പെയിന്റ് കൂടെ ചെയ്തെടുക്കാം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ തെർമോക്കോളെന്ന് സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മളെ ഈ ഡ്രസ്സിൽ നിന്ന് കിട്ടുന്ന ആ സ്പോഞ്ചും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടേ. ഉണ്ടോ, ഇതാണ് നമ്മളെ ഫേസ്, രാജ്ഞിയുടെ നെക്ക്, പിന്നെ ബാക്കി ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൈ വേണം, അതുപോലെ തന്നെ പെയിന്റും കൂടെ ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ രണ്ട് നമ്മളെ ടോയ്സും ചെയ്തെടുത്തിട്ടുണ്ട്, രാജ്ഞിയും രാജാവും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൈ കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മളെ സ്പോഞ്ചിലാണ്, നമ്മളെ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പോഞ്ചാണ്. ഇനി നമ്മൾ പെയിൻ്റ് അടിക്കണം കേട്ടോ. പെയിൻ്റ് അടിക്കുന്നത് ഇത് സ്കിൻ കളർ, ഇതാണ്ടേ സ്കിൻ കളർ നമ്മൾ കയ്യിലും മുഖത്തിലും ഒക്കെ അത് അടിക്കുന്നുണ്ട്. സ്കിൻ കളർ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട്
കണ്ണിന് മുടിക്ക് മാത്രമായിട്ട് ബ്ലാക്ക്, അത് കഴിഞ്ഞ് നാവിന് ചുവപ്പ്, പിന്നെ തൊപ്പിയുണ്ടല്ലോ, രാജ്ഞിയുടെ കിരീടത്തിന് നമ്മളെ ഗോൾഡൻ കളറ്, പിന്നെ വൈറ്റ് കളർ വേണം. വൈറ്റിൻ്റെ ഒരു സിൽവറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാവി കളർ എന്ന് പറയുമ്പോൾ ഡ്രസ്സ് ഇവിടെ വരുന്ന ഈ ഒരു ഇതും രാജ്ഞിക്ക് വരുന്ന ഈ ഒരു മറ്റേ ബ്ലൗസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ബ്ലൗസായിട്ട് വരും. അപ്പോൾ അത്രയും പെയിൻറ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് മാലകൾ ഇടുന്നുണ്ട്. മാല ഇടുന്നുണ്ട്, അത് തന്നെ ഇത് തന്നെ. ഇതുപോലത്തെ മറ്റേ ഈ ഡ്രസ്സസിലൊക്കെ ഉള്ള ഇതുപോലത്തെ മാലകൾ എടുത്തിട്ടുണ്ട്. ഈ മാലകൾ നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൽ നിന്ന് ഇതുപോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മറ്റേ ഈ നെറ്റിയിൽ കിരീടം ഉണ്ടല്ലോ, ഇവിടെ വയ്ക്കുന്ന ഈ കിരീടത്തിന് ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തൊരു ചെറിയ ഡെക്കറേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒട്ടിച്ച് പെയിൻറ് ചെയ്തെടുക്കാം. ഗൈസ് കണ്ടില്ലേ, നമ്മുടെ കൈയും കാലും തലയും പൊട്ടും ഒക്കെ വെച്ച് നമ്മളെ കിരീടമൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കിരീടമൊക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ മുത്തുമാല കേട്ടിട്ടുണ്ട്, നമ്മളെ കൈ. പിന്നെ നമുക്ക് ഈ ഒരു ഇതിലിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഫൈനൽ ലുക്ക് എന്തായാലും പൊളിയാണ്. നമ്മളെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ബട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാം, നമ്മൾ ഇത് ഒരു 3 മണിക്കൂറോളം എടുത്തു അല്ലേ? 3 മണിക്കൂറോളം നമ്മളെടുത്തു ഇത് ചെയ്ത് തീർക്കാനായിട്ട്. ഞാനും അമ്മയും അനിയത്തിമാരും എല്ലാവരും കൂടെയാണ് ഇതിന് പിന്നിലുള്ളത്. നിങ്ങളത് നിസ്സാരമായി കാണാതെ നമുക്ക് നിങ്ങൾ തരുന്നൊരു അംഗീകാരമാണ് സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ഇതിൻ്റെ കമൻസും. അത് നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.